അല്ലെങ്കിലും അങ്ങനെയാണ്. ഒന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1, 2 ദിവസം കുറച്ചൊന്ന് സന്തോഷിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പണി വരാനുണ്ടല്ലോ എന്നുള്ളത്. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ അനിയുടെ കല്യാണമായിരുന്നല്ലോ. അപ്പോൾ അവിടെ റിസപ്ഷനൊക്കെ പോയപ്പോൾ അല്ലിക്കുഞ്ഞ് ഭയങ്കര കളിയായിരുന്നു. അല്ലിക്കുഞ്ഞ് മാത്രമല്ല, അല്ലിക്കുഞ്ഞ് തെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇടയ്ക്കൊന്ന് ആൾ വീണു. പക്ഷെ അപ്പോൾ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പോലെ ആൾ കാല് നിലത്ത് കുത്തുന്നില്ല. പിന്നെ ആ കണങ്കാലിൽ അവിടെ ചെറിയൊരു നീര് പോലെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നേരെ പിറ്റേ ദിവസത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം അവൻ ഒട്ടും കാല് നിലത്തേക്ക് കുത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഭാഗ്യത്തിന് എക്സ്റേ എടുത്തത്. അപ്പോൾ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയൊരു ചതവ് പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും അലിക്കുഞ്ഞിനെ ഒട്ടും വേദന സഹിക്കില്ല, കാല് പോലും കുത്താത്തതുകൊണ്ടേ. കാലും കുത്തുന്നില്ല, വേദനയുണ്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും കാല് കുത്തുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും വേദന മാറുന്ന വരെ ഒരു ബാൻഡേഡൊക്കെ ഇട്ട് കിടക്കട്ടെ, ഇപ്പോൾ സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് വിട്ടു. അതാണ് ഈ കിടക്കണത് കേട്ടോ. ഇനിയിപ്പോൾ എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പം നിലവിൽ റെസ്റ്റാണ്. പക്ഷേ റെസ്റ്റ് ആണെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ അവരുടെ മനസ്സങ്ങ് റെസ്റ്റ് എടുക്കില്ലല്ലോ. കളിക്കാനുള്ള ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബെഡൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ അതിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാലും ആൾ നിരങ്ങി പറക്കി അവിടെ പോയി കളിപ്പാട്ടങ്ങൾ കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ട ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഏട്ടയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ട അത് കഴിഞ്ഞ് മുറിക്കകത്തോട്ട് പോയപ്പോൾ അല്ലുകുഞ്ഞ് അവിടെ പോയിരിക്കണം. അങ്ങനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്തി പിന്നെ അവിടെ നിന്ന് കളി കാണും കേട്ടോ. അവൻ ഇന്ന സ്ഥലത്ത് ഇരിക്കണം, ഉറച്ചിരിക്കാൻ അവന് പറ്റില്ല. പിന്നെ ഇന്നാണ് നമ്മൾ മീൻ വറുത്തതും മീൻകറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ അമ്മച്ചി. അപ്പം കരിമീനും പിന്നെ വേറൊരു കഷ്ണം മീനൊക്കെ വാങ്ങിച്ചു. കാരണം കപ്പ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഇതുപോലെ ഒരേ ഇരിപ്പൊന്നും ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിള്ളേരാരും പറയുമോ വേണ്ട. പിന്നെ ഞാൻ ഫുഡൊക്കെ അത് കൊടുത്തു, മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കാലിങ്ങനെ താഴോട്ട് തൂക്കിയിട്ടു. ഞാൻ പറഞ്ഞു നീര് കുറയാനായിട്ട് കാല് കയറ്റിയിടാൻ പറഞ്ഞാൽ കേൾക്കത്തൊന്നുമില്ല. അവൻ്റെ സൗകര്യത്തിനങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ ഇത് അപ്പുറത്ത് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു. ഇത് കഴിഞ്ഞ് നമ്മുടെ കപ്പ റെഡിയായപ്പോഴേക്കും ഞാൻ കപ്പയും മീൻ വറുത്തതും മീൻ കറിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് കഴിക്കാൻ ഓർത്ത് നമ്മുടെ സിസ്റ്റത്തിന് ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. കാര്യം അല്ലുകുഞ്ഞ് അപ്പുറേ സോഫയിൽ കിടന്ന് വിസ്തരിച്ച് കിടന്ന് അവന് ഇഷ്ടമുള്ളൊക്കെ കണ്ടുകൊണ്ടിരിക്കും ടി വി. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് വിശേഷം. അപ്പോൾ പണ്ടാരയ്ക്ക് പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷിച്ചാലും പ്രശ്നമാണ്. കാരണം പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും പണി കിട്ടും. അത് ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര കറക്റ്റാണ് കേട്ടോ.